അതെ, മഴക്കാലം ആകുമ്പോൾ നമ്മളെല്ലാം ചെയ്യുന്ന ഒരു പരിപാടിയാണ് പെട്ടെന്ന് പോവുക, പ്ലാസ്റ്റിക് ചെയർ മേടിക്കുക, അയ കെട്ടുക എന്നുള്ള പരിപാടി. ഇനി ആ പരിപാടി വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോമ്പാക്ട് അയകൾ അല്ലെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് ക്ലോത്ത് ലൈൻസ് നമ്മുടെ ക്ലീറ്റസ് ഭായും പുള്ളിക്കാരൻ്റെ മകളും കൂടി ചെയ്തു തരുന്നതായിരിക്കും. ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ഫുഡ് ആൻഡ് ട്രാവലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹോംലി സ്ക്വയറിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. ക്ലീറ്റസ് ഭായ്, നമുക്ക് വെയിലത്തുനിന്ന് അപ്പുറത്ത് മാറി നിന്ന് സംസാരിക്കാം അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു ക്ലീറ്റസ് ഭായും ലിയോണയും കൂടെ ആണ് ഈ പരിപാടി ചെയ്യുന്നത്. ലിയോണ എന്ന് പറയുന്ന ക്ലീറ്റസ് ഭായുടെ മോള് തന്നെയാണ്. അപ്പോൾ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് മൊത്തം മിക്കവാറും എല്ലായിടത്തും ഞാൻ കണ്ടത്. മിക്കവാറും ഞാനും മോളും അല്ലെങ്കിൽ ഞാനും വൈഫും ഉണ്ടാവും, ഒരുമിച്ചാണ് പോകുന്നത്. ഇത് ചെയ്യാനായിട്ടാണെങ്കിലും ഒത്തിരി സമയം എടുക്കുന്ന പ്രോസസ്സാണോ ഇതല്ലോ? ഇല്ല, മാക്സിമം ഒരു 2 മണിക്കൂർ, സാധാരണ 1 മണിക്കൂർ കൊണ്ട് തീരും. ഇത് എത്ര സ്ട്രിങ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യാനുസരണം ചെയ്യാം, എത്ര എണ്ണം വേണമെങ്കിലും. സാധാരണ ഒരു ഫ്ലാറ്റിൽ 6, 8 ചിലപ്പോൾ 12 എണ്ണം വരെ ചെയ്യാറുണ്ട്. ബാൽക്കണിയിലാണോ സെറ്റ് ചെയ്യാതോ? മിക്കവാറും ബാൽക്കണിയിലാണ്. കാരണം ഫ്ലാറ്റുകളിൽ അകത്തിടാനുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ. ബാൽക്കണി അല്ലെങ്കിൽ അവരുടെ ഒരു വർക്ക് ഏരിയ ഉണ്ടാവും, അവിടെയും ചിലപ്പോൾ കിച്ചണിലും ചെയ്ത് കൊടുക്കാറുണ്ട്. കിച്ചണിലോ? ആ കിച്ചണിൽ അവരുടെ ചില തുണികളും കിച്ചൺ അതിനുവേണ്ടി ചെറുത് ചെയ്തു. അത് നല്ല കാര്യമാണ് അല്ലെ? കിച്ചണിലൊക്കെ പെട്ടെന്ന് നമുക്കൊരു സാധനം ഇടാനുമായിട്ടൊക്കെ അത് നല്ലതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മൾ സാധാരണ അയൊക്കെ കിട്ടി, നമ്മൾ സാധാരണ ചിലപ്പോൾ ആണി അടിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രില്ല് ചെയ്തൊരു ആണി കുത്തി കയറ്റിയിട്ട് അതിൽ പ്ലാസ്റ്റിക് കയറി ചരടൊക്കെ കെട്ടിയാണ് ചെയ്യുന്നത്. ഇത് എത്ര നാൾ നിൽക്കും? ആ ആണി പറഞ്ഞു പോരാറുണ്ട്. ഇതിന്റെ കാര്യം ഇത് സാധാരണ ആണിയല്ല, സ്ക്രൂ അല്ല ചെയ്യുന്നത്, ആങ്കർ ബോൾട്ടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പോരൂല്ല ഇങ്ങോട്ട് താഴേക്ക്. സീലിംഗിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും താഴേക്ക് പോരാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞൊരു 10-15 വർഷമെങ്കിലും നിൽക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ ആദ്യം ഞാൻ ചെയ്ത പ്രൊഡക്റ്റ് 10 വർഷം മുമ്പ് ചെയ്താണ്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. 5 വർഷം ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്. ക്ലീറ്റസ് ഭായ് തന്നെ ചെയ്താണ് എൻ്റെ വീട്ടിലുള്ളത്. 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, ഭംഗിയായിട്ട് ഉപയോഗിച്ച് പോകുന്നുണ്ട്. അത് ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ക്ലീറ്റസ് ഭായുടെ കൂടെ ഫുഡ് ആൻഡ് ട്രാവലിൽ. അപ്പോൾ ഇതിന് അന്ന് ക്ലീറ്റസ് ഭായ് പറഞ്ഞ 850 സ്ട്രിങ് ആണ്. ഇപ്പോഴും അത് തന്നെയാണ്. 2 വർഷമായിട്ട് ഒരു മാറ്റമില്ല. മാറ്റം വരുത്തണം 2 വർഷം മാറ്റം വരുത്തിയിട്ടില്ല. നമുക്ക് എത്ര നാൾ മുമ്പ് ബുക്ക് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ ഇതിന്? എനിക്ക് ഒരാഴ്ച മുമ്പ് കിട്ടിയാൽ സൗകര്യമാണ്. കാരണം മെഷർമെന്റ് എടുത്ത് കട്ട് ചെയ്ത് അവിടെ വന്ന് അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് പെട്ടെന്ന് ചെയ്തിട്ട് പോരാൻ പറ്റും. ഗ്യാരണ്ടി വല്ലതും കൊടുക്കുന്നുണ്ടോ? 5 വർഷം ഗ്യാരണ്ടി. 5 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കേട് വന്ന കേസുകളുണ്ടോ? വളരെ റെയറാണ്. അങ്ങനെ കേട് വരാറില്ല. വളരെ റെയർ വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയില്ല. വന്നു കഴിഞ്ഞാൽ ഈ എറണാകുളത്താണെങ്കിൽ 24 hours മിക്കവാറും പോയി ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ വിത്തിൻ 1 വീക്ക്. അപ്പോൾ ഇതിന് വേണ്ട ഈ നട്ട്, ബോട്ട്, സ്ക്രൂ, ആണി, ചരട് ഇതെല്ലാം നിങ്ങൾ തന്നെ കൊണ്ടുവരും അല്ലേ? എല്ലാം ഞങ്ങൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത്, ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെയാണ് ഈ 850 ഒരെണ്ണത്തിന് പറഞ്ഞത്. ഈ സ്റ്റെയിൻലെസ് എന്ന് പറയുന്നത് ആ ചരട് നമ്മൾ എന്തെങ്കിലും ഒരു കുഴലിനൂടെ കയറ്റുന്നുണ്ടോ? അതെന്തെങ്കിലും അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് കെട്ടി എടുക്കുകയാണ്. അതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണല്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, തുരുമ്പെടുക്കില്ല. തുരുമ്പെടുക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസസ് എങ്ങനെയായിരിക്കും? ആഫ്റ്റർ സർവീസ് ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ നമ്പർ കളയാതിരുന്നാൽ മതി, അത് മാത്രമേ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ആദ്യത്തെ ഒരു 3-4 വർഷം 5 വർഷം ഒന്നും ഒരു കംപ്ലൈൻറ്റും വരില്ല. അതിനുശേഷം കംപ്ലൈൻറ്റ് വരുമ്പോൾ എൻ്റെ നമ്പർ ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. സാധാരണ വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റ് എന്താണ്? ആ ചരടുണ്ടല്ലോ, അത് ചിലപ്പോൾ പൊട്ടിപ്പോകും. അതാണ് വരാനുള്ള സാധ്യതയുള്ള കംപ്ലൈൻറ്റ്, വേറെ ഒന്നുമില്ല. അതേപോലെ തന്നെ എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? എറണാകുളത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ അതോ? എറണാകുളം, കോട്ടയം, തൃശ്ശൂർ അതാണ് നമുക്ക് ആക്സസിബിൾ ആയിട്ട് പോയി ചെയ്യാം അല്ലേ? ഈ സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇതിപ്പം റൂഫിലല്ല ചെയ്തിരിക്കുന്നത്. റൂഫിലല്ലാതെ വേറെ ചെയ്യാൻ ഇപ്പം ചിലർ വോളിൽ ചെയ്താൽ ഇത് ഒന്നിനു പുറമേയുള്ള ഒന്നായിട്ട് നിൽക്കത്തില്ല. അങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഞങ്ങൾ വോളിൽ ചെയ്യാറുണ്ട്. വോൾ ടു വോൾ അധികം ലെങ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വോളിലും ചെയ്ത് കൊടുക്കും. അതാ വർക്കിനനുസരിച്ച് ചെറിയ പ്രൈസിന് ചേഞ്ചസ് വരാറുണ്ട്. ഏകദേശം എത്ര വ്യത്യാസം വരുമായിരിക്കും? 900-950. ഒരു 100 റുപ്പീസിന്റെ ഒരു റേഞ്ചിൽ വ്യത്യാസം വരും. അതുപോലെ നിങ്ങൾ ഈ തൃശ്ശൂരൊക്കെ പോകുമ്പോൾ അതിന് യാത്രാ ചെലവ് വരത്തില്ലേ? അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണോ നിങ്ങൾ പോകുന്നതും വരുന്നതും ഒക്കെ? മിക്കവാറും അത് ഇൻക്ലൂഡിംഗ് ആണ്, കൂടുതലുണ്ടെങ്കിൽ. പക്ഷെ കുറവാണെങ്കിൽ എക്സ്ട്രാ ചാർജ് ചെയ്യും. എന്നുവെച്ചാൽ ദൂരം കൂടുതലാണ്, നിങ്ങൾക്ക് ആക്സസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അതിന്റെ ട്രാവൽ എക്സ്പെൻസസ് ചാർജ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം ആഫ്റ്റർ സെയിൽ സർവീസ് പറഞ്ഞില്ലേ, അപ്പം അന്നേരം നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുമോ? ഇല്ല, സാധാരണ അതിൽ ചെയ്യില്ല. 5 വർഷത്തിനുള്ളിലാണെങ്കിൽ ഒരു കാരണവശാലും ചെയ്യില്ല. അതിനുശേഷം മാത്രമേ എന്തെങ്കിലും ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരു നല്ല അയ നമ്മൾക്ക് കാണാനായിട്ട് വൃത്തിയാണ്. നമ്മൾ സാധാരണ ചരട് കിട്ടുന്ന പോലെ വൃത്തിയായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇത് പല ലെവലിൽ നമുക്ക് നിർത്താൻ പറ്റും. വെയിൽ കൂടുതലുള്ള സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താത്തിട്ട് പെട്ടെന്ന് ഉണക്കി തുണികളകത്ത് വെക്കാം. എന്നാൽ മഴ അടിക്കുന്നു എന്ന് തോന്നുമ്പോൾ എറിച്ചിലൊക്കെ അടിക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് മേളിൽ കയറ്റി വെക്കാം അല്ലേ? അങ്ങനെ ഉള്ളപ്പം ഫുള്ളായിട്ട് മേളിൽ വലിച്ചു കെട്ടിയിട്ട്
പതുക്കെ കിടന്നുണങ്ങി നമുക്ക് പതുക്കെ അകത്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എറിച്ചിൽ താഴെ നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ എറിച്ചിൽ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ പലതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അയയാണ്. ക്ലീനസ് ബൈ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെയാണ് ഈ അയയെക്കുറിച്ച് തന്നെ ഞാൻ അറിയുന്നത്. ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആമസോണിൽ മേടിക്കാൻ പോയാൽ നമ്മൾ പിന്നെ അത് സ്ക്രൂ ചെയ്യണം, ഡ്രില്ല് ചെയ്യണം, അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിളിപ്പുറത്ത് ഉണ്ട് എന്നുള്ളതാണ്. പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് നല്ലതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഉപയോഗിക്കുന്നതാണ്, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു പ്രശ്നവും ഇല്ല, ഈ ചരടിനൊന്നും ഒരു മാറ്റം പോലും ഇല്ല. ഇന്ന് ഞാൻ തുണി ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ഇടുന്നുണ്ട് താനും. അപ്പം നോക്കിയാൽ മതി. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ ഇടയ്ക്കും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ സകല ഡീറ്റെയിൽസും കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ക്ലീനസ് ബൈയെ വിളിക്കുക, സംസാരിക്കുക, അദ്ദേഹം അങ്ങ് എത്തിക്കോളും. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം, അല്ല ക്ലീനസ് ബൈ? അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നമുക്ക് കൂടുതലായിട്ടും ഹോംലി സ്കോറിൽ വരുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയുള്ള വീഡിയോസാണ് വരുന്നത്. നിങ്ങൾ കാണുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധാരണ പറയുന്ന ഒരു വ്യക്തിയല്ല, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങൾക്കൊരു മോട്ടിവേഷനും ആവും, കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ.